Dear friends, let us consider an example. Here we are dealing with the apparent force of gravity. That is, let us consider a problem. That is, a small weight of mass m, small m, hangs from a string in an automobile which accelerates at the rate a, capital A. What is the static angle of the string from the vertical and what is its tension? അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്മളൊരു പ്രോബ്ലത്തിൻ്റെ രൂപത്തിലാണ് ചെയ്യുന്നത്. ഒരു ചെറിയ വെയിറ്റ് മാസ് എം ആണ്, അത് ഒരു സ്ട്രിങ്ങിൻ്റെ അറ്റത്ത് കെട്ടി വെച്ചിട്ടുണ്ട്. സ്ട്രിങ്ങിൽ നിന്ന് തൂങ്ങി കിടക്കുകയാണ്. എന്നിട്ടോ ആ സ്ട്രിങ് ഒരു ഓട്ടോമൊബൈൽ, ഒരു കാർ എടുക്കാം, ഒരു വാഹനത്തിലാണ്. ഈ വാഹനം എ ആക്സിലറേറ്ററിൽ മൂവ് ചെയ്യാണ്. വാഹനം അങ്ങനെ പോവാണ്. ഇതിൻ്റെ ആക്സിലറേഷൻ എ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സ്റ്റാറ്റിക് ആംഗിൾ ഓഫ് ദ സ്ട്രിങ്? അതായത് ഈ സ്ട്രിങ്ങിൻ്റെ ആംഗിൾ വെർട്ടിക്കലുമായി, ഇപ്പോൾ ഇതാണ് സ്ട്രിങ്, ഈ വെർട്ടിക്കലുമായി, ഇതാണ് വെർട്ടിക്കൽ ഡയറക്ഷൻ, ഇതുമായി ഈ സ്ട്രിങ്ങിൻ്റെ ആംഗിൾ എത്ര? ഇതാണ് ചോദ്യം. പിന്നെയോ, ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ടെൻഷൻ? ഈ സ്ട്രിങ്ങിൽ അനുഭവപ്പെടുന്ന ടെൻഷൻ എത്രയാണ്? മനസ്സിലായില്ലേ? അപ്പോൾ കാറിൽ നിന്നാണല്ലോ തൂക്കിയിട്ടിടുന്നത് അല്ലേ? അപ്പോൾ ഒരു വലിവുണ്ടാവും. ആ വലിവ് ടെൻഷൻ എത്രയാണെന്നുള്ളതും കാണണം. അതുപോലെ വെർട്ടിക്കലുമായി ഈ സ്ട്രിങ് ഉണ്ടാക്കുന്ന ആംഗിളുമാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് രണ്ട് രീതിയിൽ അനലൈസ് ചെയ്യാം. ഒന്ന്, ഒരു ഇനേർഷ്യൽ സിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് ഈ കാര്യം കാണാം. അപ്പോഴുള്ള സ്റ്റാറ്റിക് ആംഗിളും കാണാം, അതുപോലെ ടെൻഷനും നോക്കുക. ഇനി അത് തന്നെ കാറിൽ തന്നെ വെച്ചിട്ട്, കാറിൽ തന്നെ ഉള്ളൊരു ഫ്രെയിം, കാർ ആക്സിലറേറ്റ് ചെയ്യാണ്. അപ്പോൾ കാറിലൊരു ഫ്രെയിം നമ്മൾ സങ്കല്പിക്കുമ്പോൾ ആ ഫ്രെയിമും ആക്സിലറേറ്റ് ചെയ്യാണ്. അങ്ങനെയുള്ളൊരു ഫ്രെയിമിൽ നോക്കുമ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ വാല്യൂ എന്ന് നമ്മൾ കാണണം. മനസ്സിലല്ല? അപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങൾ ഒരു എക്സാമ്പിൾ ചിന്തിക്കുക. ഇപ്പോൾ ഞാനൊരു ബസ്സിൽ പോവുകയാണ്. ബസ്സിൽ പോകുമ്പോൾ ബസ്സിനൊരു ആക്സിലറേഷൻ ഉണ്ട്. ആ ആക്സിലറേഷനാണ് എനിക്കുണ്ടാവുക, അതേ ആക്സിലറേഷൻ. പക്ഷേ ബസ്സിലുള്ള ഒരു ഫ്രെയിമിനെ ആസ്പദമാക്കി നോക്കുമ്പോൾ എൻ്റെ ആക്സിലറേഷൻ 0 ആണ്. കാരണം ആ ഫ്രെയിമും അതേ ആക്സിലറേഷനിലാണ്. ബസ്സിലാണ് ഞാൻ ആ ഫ്രെയിം വെച്ചിട്ടുള്ളത്. ബസ് ഏത് ആക്സിലറേഷനിലാണോ പോകുന്നത് അതേ ആക്സിലറേഷനിൽ ഞാനും പോകുന്നു, അതേ ആക്സിലറേഷനിൽ ആ ബസ്സിൽ വെച്ച ഫ്രെയിമും പോകുന്നു. അപ്പോൾ ബസ്സിൽ നിന്ന് ഞാൻ ഇപ്പോൾ സീറ്റിലിരിക്കുകയാണെങ്കിൽ ബസ്സിലിരിക്കുന്ന ഒരാൾക്ക് ഞാൻ റെസ്റ്റിലായിട്ടാണ് തോന്നുക അല്ലേ, ബസ്സിൽ തന്നെ ഉള്ള ഒരാൾക്ക്. നേരെ മറിച്ച് റോഡ് സൈഡിൽ നിന്ന് എന്നെ നോക്കുന്ന ഒരാൾക്കോ, റോഡ് സൈഡിലുള്ള ഒരു ഫ്രെയിം ഇനേർഷ്യൽ ഫ്രെയിം ആയിട്ട് എടുക്കാം അല്ലേ. റോഡ് സൈഡിൽ നിന്ന് എന്നെ നോക്കുന്ന ഒരാൾക്ക് എന്താ തോന്നുക? ഞാനൊരു ആക്സിലറേഷനിൽ പോവുകയാണ് അല്ലേ, ബസ്സിൻ്റെ അതേ ആക്സിലറേഷനിൽ പോവുകയാണ്. അപ്പോൾ ബസ്സിൻ്റെ പുറത്തുള്ള റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു ഫ്രെയിമിനെ ആസ്പദമാക്കി എനിക്കൊരു ആക്സിലറേഷൻ ഉണ്ട്, ബസ്സിൻ്റെ അതേ ആക്സിലറേഷൻ. അതേസമയം ബസ്സിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഞാൻ ആ സീറ്റിലിരിക്കുകയാണ്, എനിക്ക് ആക്സിലറേഷൻ ഒന്നും ഇല്ല. ഈ ഒരു കാര്യം നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ വേണ്ടി വരും. ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾക്ക് ഈ പ്രോബ്ലം രണ്ട് രീതിയിൽ ഡീൽ ചെയ്യാം. ഒന്ന്, ഒരു ഇനേർഷ്യൽ സിസ്റ്റത്തിൽ നിന്ന് ഇതിനെ നോക്കുകയാണ്. അപ്പോൾ ഈ കാറിൽ ഇങ്ങനെ ഈ സ്ട്രിങ്ങും ഈ ബോബും ഉണ്ട്. ഈ കാർ ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് ഒരു ഇനേർഷ്യൽ സിസ്റ്റത്തിൽ നിന്ന്, ഞാൻ ഈ പറഞ്ഞ പോലെ റോട്ടിൽ നിന്ന് ഒരാൾ ഇതിനെ നോക്കുകയാണ്, ഒരു ഇനേർഷ്യൽ സിസ്റ്റത്തിൽ നിന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ റോട്ടിൽ നിൽക്കുന്ന ആൾ ഈ കാറിനെ ഒബ്സർവ് ചെയ്യണം. അപ്പോൾ കാർ ആക്സിലറേഷനിൽ പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബോബിനും ഈ മാസിനും ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. എന്ത് ആക്സിലറേഷൻ ഉണ്ടാകുക? കാറിന് എ ആണ് ആക്സിലറേഷൻ, അപ്പോൾ ഈ ബോബിനും എ ആക്സിലറേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ബോബിന്മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ബോബിൻ്റെ മാസ് എം ആണെങ്കിൽ ബോബിന് എന്ത് ഫോഴ്സ് ഉണ്ട്? മാസിൻ്റെ ആക്സിലറേഷൻ m×a എന്നൊരു ഫോഴ്സ് ഈ ബോബിന്മേൽ ഉണ്ടാവും. എവിടെ നിന്ന് നോക്കുമ്പോൾ? പുറത്തുനിന്ന്. അതായത് ഈ കാറിനെ ഒബ്സർവ് ചെയ്യാണ് പുറത്തുള്ള ഒരാൾ, അതായത് ഒരു ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോൾ ഈ ബോബിനുള്ള ആക്സിലറേഷൻ m×A. കാറിൻ്റെ അതേ സ്പീഡിലാണല്ലോ ഈ ബോബ് പോകുന്നത് അല്ലേ, കാറിൻ്റെ ഉള്ളിലാണ് ഈ ബോബ് ഉള്ളത്. അപ്പോൾ m എന്നുള്ളതാണ് ഫോഴ്സ്. മനസ്സിലായി? നേരെ മറിച്ച് പിന്നെ ഈ കാറിൻ്റെ ഉള്ളിൽ തന്നെ ഒരാൾ നോക്കുകയാണെങ്കിൽ ഈ ബോബിന് ആക്സിലറേഷൻ ഇല്ല. മനസ്സിലായില്ലേ? ബസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരാൾ നോക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ആ ബസ്സിലാണ് ഇരിക്കുന്നതെങ്കിൽ ബസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരാൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ആക്സിലറേഷൻ ഇല്ല. കാരണം ബസ്സിൻ്റെ ഉള്ളിൽ വെച്ച് ആ ഫ്രെയിമിൽ നിന്നാണ് നോക്കുന്നത്. ആ ഫ്രെയിമിനും അതേ ആക്സിലറേഷൻ ഉണ്ട്, എനിക്കുണ്ട്, ബസ്സിനുണ്ട്. അപ്പോൾ നമുക്ക് റിലേറ്റീവ് ആയിട്ട് ആക്സിലറേഷൻ ഇല്ല എന്ന് പറയാം. അതുപോലെയാണ് ഇപ്പോൾ ഇത്. ഇനേർഷ്യൽ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ഈ കാറിലുള്ള ബോബിനെ നോക്കുകയാണ്.
മനസ്സിലല്ലേ? അപ്പോൾ ഞാൻ ആ ബോബ് ഇതാണ് ബോബ്, അതിനെ കെട്ടിയിട്ടുള്ള സ്ട്രിങ്ങാണിത്. ഇത് ഞാൻ പുറത്തുനിന്നാണ് ഇതിനെ നോക്കുന്നത്. അപ്പോൾ ഈ സ്ട്രിങ്ങിനുള്ള ടെൻഷൻ ടി ആണെന്ന് വിചാരിക്കുക. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം, ടി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വെർട്ടിക്കലുമായി ഈ സ്ട്രിങ് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആദ്യത്തെ കാര്യം, ഈ തീറ്റ എത്ര ഉണ്ട് എന്നുള്ളത്. അപ്പോൾ വെർട്ടിക്കലുമായുള്ള ആംഗിൾ തീറ്റ ആയിട്ട് എടുത്തു. എന്നിട്ട് ഈ ടി എനിക്ക് രണ്ട് കമ്പോണൻ്റ് ആയിട്ട് തിരിക്കാം അല്ലേ? ഇത് തീറ്റ ആണെങ്കിൽ ഈ കമ്പോണൻ്റ് ടി കോസ് തീറ്റ, ഈ കമ്പോണൻ്റാണ് ടി കോസ് തീറ്റ. ഈ കമ്പോണൻ്റോ ടി സൈൻ തീറ്റ. മനസ്സിലല്ലേ? ടി സൈൻ തീറ്റ. അപ്പോൾ ഞാനിപ്പോൾ ഇനേർഷ്യൽ സിസ്റ്റത്തിൽ നിന്നാണ് നോക്കുന്നത്. അതായത് ഈ കാറിൻ്റെ പുറത്തുനിന്ന് ഞാൻ ഈ കാറിൻ്റെ ഉള്ളിലുള്ള ഈ ബോബിനെ, ഈ മാസിനെ നോക്കിക്കാണാണ്. മനസ്സിലായില്ല? അപ്പോൾ നോക്കുക, ഈ ബോബിൻ്റെ മാസ് എം ആണെങ്കിൽ അതിൻ്റെ വെയിറ്റ് W=mg ആണ്. അപ്പോൾ ഈ ഭാഗത്തേക്കുള്ള ഈ വെയിറ്റ്, ഈ ബോബിൻ്റെ വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുക, W. മനസ്സിലായില്ലേ? അപ്പോൾ നോക്കൂ, മുകളിലോട്ട് ടി കോസ് തീറ്റ ഉണ്ട്, ടെൻഷൻ്റെ ആ കമ്പോണൻറ്റ്, അതും ഈ W കൂടി ബാലൻസ് ചെയ്യും. അങ്ങനെയാണ് അത് ഉണ്ടാവുക ഇക്വിലിബ്രിയത്തിൽ. അപ്പോൾ നോക്കൂ, ടി കോസ് തീറ്റ മൈനസ് W എന്തായിരിക്കണം? 0 ആവണം അല്ലേ? ഇങ്ങോട്ട് ടി കോസ് തീറ്റ ഉണ്ട്, ഇങ്ങോട്ട് W ഉണ്ട്. അത് ഈ രീതിയിൽ നിൽക്കണമെങ്കിൽ ടി കോസ് തീറ്റ മൈനസ് W 0 ആയിരിക്കണം. അതിൽ നിന്ന് ടി കോസ് തീറ്റ ഈക്വൽ ടു W എന്ന് എഴുതാലോ. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഇതിപ്പോൾ ഞാൻ പുറത്തുനിന്നാണ് നോക്കണത്, ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്നാണ് നോക്കുന്നത്, കാറിൻ്റെ ഉള്ളിലുള്ള ഫ്രെയിമിൽ നിന്നല്ല. ഓക്കെ, അപ്പോൾ ടി കോസ് തീറ്റ ഈക്വൽ ടു WT അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ പറഞ്ഞു, ഈ ബോബിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ MA എന്നാണ് അല്ലേ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ആ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഈ കമ്പോണൻറ്റിന് തുല്യമാവില്ലേ? ടി സൈൻ തീറ്റ. അതാണ് ഈ ടെൻഷൻ്റെ ഈ കമ്പോണൻറ്റും ഈ ഫോഴ്സും തുല്യമാകും. അപ്പോൾ ടി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു MA എന്ന് എഴുതാം. മനസ്സിലായില്ലേ? എ ആക്സിലറേഷനിലാണ് ഇത് പോകുന്നത്. അപ്പോൾ ഫോഴ്സിൻ്റെ ഫോർമുല, ഈ ബോബിനെ നമ്മൾ പുറത്തുനിന്നാണല്ലോ കാണുന്നത്. അപ്പോൾ ബോബ് പോണത് ആ കാറിൻ്റെ അതേ ആക്സിലറേഷനിൽ. അപ്പോൾ അതിനുള്ള ഫോഴ്സ് MA, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മനസ്സിലായി? പുറത്തുനിന്നാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഈ ടി സൈൻ തീറ്റ എന്നതാണ് ആ ഫോഴ്സ്. ഈ ടെൻഷൻ്റെ ഈ കമ്പോണൻ്റ് ടി സൈൻ തീറ്റ, ആ ടെൻഷനാണുള്ള ഫോഴ്സ്. അപ്പോൾ ടി സൈൻ തീറ്റ എന്നത് MA എന്ന് എഴുതാം. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനും കിട്ടി. ഇനി ഈ രണ്ടും ഡിവൈഡ് ചെയ്യുക. ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ 1. അപ്പോൾ എന്ത് കിട്ടും? ടി സൈൻ തീറ്റ ബൈ ടി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു MA ബൈ W. പക്ഷേ W എന്താണ്? mg ആണ്. അപ്പോൾ ടിയും ടിയും ക്യാൻസൽ ചെയ്തു. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു MA ബൈ mg. W പറഞ്ഞാൽ mg ആണ്. ഈ എമ്മും ക്യാൻസൽ ചെയ്തു. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു A ബൈ G എന്ന് വന്നു. അപ്പോൾ തീറ്റ എന്തായി? ടാൻ ഇൻവേഴ്സ് A ബൈ G. ഇതാണ് സ്റ്റാറ്റിക് ആംഗിൾ ബിറ്റ്വീൻ ദ വെർട്ടിക്കൽ ആൻഡ് ദ സ്ട്രിങ്. എവിടെ നോക്കിയപ്പോഴാണ്? പുറത്തുനിന്ന് നോക്കിയപ്പോൾ. മനസ്സിലായില്ലേ? ഇനി ഇതേ കാര്യങ്ങൾ നമുക്ക് കാറിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളൊരു ഫ്രെയിമിൽ നിന്ന് നോക്കാം. ഇപ്പോൾ ഈ കാറിൻ്റെ ഉള്ളിൽ, ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് എടുത്തു. കാറ് A ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഈ മാസും A ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്നുണ്ടാകും പുറത്തുനിന്ന് നോക്കുമ്പോൾ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നോക്കുമ്പോഴോ, ഞാൻ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എന്നെ നോക്കുമ്പോൾ ഞാൻ റെസ്റ്റിലാണ്. അതുപോലെ ഈ കാറിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ആക്സിലറേഷൻ 0 ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ നോക്കുന്നത് കാറിൻ്റെ ഉള്ളിലുള്ളൊരു ഫ്രെയിമാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഫ്രെയിം റെഫറൻസ് എടുത്തത്. ക്ലിയർ അല്ല? അപ്പോൾ കാറ് മൂവ് ചെയ്യുമ്പോൾ ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് മൂവ് ചെയ്യും. കാറ് A ആക്സിലറേഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ഫ്രെയിം ഓഫ് റെഫറൻസ് A ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഫ്രെയിം ഓഫ് റെഫറൻസിന് ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ നമ്മളതിനെ നോൺ ഇനർഷ്യൽ ഫ്രെയിം എന്നാണ് പറയുക. അപ്പോൾ കാറിൻ്റെ ഉള്ളിലുള്ള ഫ്രെയിം നോൺ ഇനർഷ്യൽ ഫ്രെയിമാണ്, കാരണം അത് ഫിക്സഡ് ഇൻ ദ കാറാണ്. അതുകൊണ്ട് നോൺ ഇനർഷ്യൽ ഫ്രെയിം. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ നോക്കുന്നത്, പുറത്തുനിന്നല്ല. ഇനർഷ്യൽ ഫ്രെയിം എന്നല്ല, നോൺ ഇനർഷ്യൽ ഫ്രെയിം എന്നാണ് നോക്കുന്നത്. കാറിൽ തന്നെ അറ്റാച്ച് ചെയ്ത ഒരു ഫ്രെയിം എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതേ പെൻഡുലം പോലെ ഉണ്ട് അല്ലേ? ഒരു ബോബ് സ്ട്രിങ് കൊണ്ട് കെട്ടിയിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ടെൻഷൻ ടി ആണെന്ന് വിചാരിക്കുക. അതൊക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇത് ആംഗിൾ തീറ്റയും ആണെങ്കിൽ ഇത് ടി കോസ് തീറ്റ, ഇത് ടി സൈൻ തീറ്റ. അങ്ങനെ വന്നു. മനസ്സിലല്ല? അപ്പോൾ നോക്കൂ, കാർ ആക്സിലറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ മാസും ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ മാസിനെയാണ് നമ്മൾ നോക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നോൺ ഇനർഷ്യൽ ഫ്രെയിമിൽ സാധാരണ ഫോഴ്സിന് പുറമെ ഒരു ഫിഷീഷ്യസ് ഫോഴ്സും കൂടി ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? ഈ ഫ്രെയിം ആക്സിലറേറ്റ് ചെയ്യാണ്, കാറിൻ്റെ ഉള്ളിലെ ഫ്രെയിം ആക്സിലറേറ്റ് ചെയ്യാണ്.
ആ ഫ്രെയിമിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. ആക്സിലറേറ്റഡ് ഫ്രെയിമിൻ്റെ ആക്സിലറേഷൻ കൊണ്ട് സാധാരണ ട്രൂ ഫോഴ്സിന് പുറമെ മറ്റൊരു ഫോഴ്സും കൂടി അനുഭവപ്പെടും. ആ ഫോഴ്സിനാണ് നമ്മൾ ഫിക്സീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിലില്ല, പക്ഷേ ഫ്രെയിമിൻ്റെ ആക്സിലറേഷൻ കൊണ്ട് ഉള്ളതായി തോന്നുകയാണ്. ആ ആക്സിലറേഷൻ 0 ആണെങ്കിലോ F'=F എന്ന് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു അല്ലേ. പക്ഷേ ഇത് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ടാണ് കാർ ആക്സിലറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, കാർ ആക്സിലറേറ്റ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫിക്സീഷ്യസ് ഫോഴ്സ് അനുഭവപ്പെടും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മാസിനുള്ള ആക്സിലറേഷൻ നേരത്തെ നമ്മൾ എന്ന് എഴുതിയിരുന്നു. ഇവിടെ മാസിനുള്ള ആക്സിലറേഷൻ എന്താക്കി എഴുതണം? 0 ആക്കി എഴുതണം. കാരണം ഫ്രെയിമിനുള്ള ആക്സിലറേഷൻ തന്നെയാണ് ഈ മാസിനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ബസ്സിലെ എക്സാമ്പിൾ നോക്കുക. ബസ്സിൽ നിന്നാണ് എന്നെ നോക്കുന്നത്, ഞാൻ ബസ്സിലിരിക്കുകയാണ്. ആ നോക്കുന്ന ആളും എൻ്റെ ഒപ്പം ബസ്സിൽ പോകുന്നുണ്ട്. അപ്പോൾ അയാളെ സംബന്ധിച്ച് ഞാൻ റെസ്റ്റ് തന്നെയാണ്. നേരെ മറിച്ച് പുറത്തുനിന്ന് റോഡ് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിലോ ഞാൻ മൂവ് ചെയ്യുന്നുണ്ട്, എനിക്ക് ആക്സിലറേഷൻ ഉണ്ട്. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നോക്കുകയാണ് ഈ ബോഡിയെ. അപ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ 0 ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഏതായാലും നേരത്തെ എഴുതിയ പോലെ തന്നെ ആദ്യത്തെ കാര്യമൊക്കെ അതുപോലെ തന്നെ ടി കോസ് ഇങ്ങോട്ടുണ്ട്, ഇങ്ങോട്ട് W ഉണ്ട്. അപ്പോൾ ടി കോസ് θ മൈനസ് W 0 എടുത്തു. അപ്പോൾ ടി കോസ് θ ഈക്വൽ ടു W. ഇക്വേഷൻ 3 എന്ന് കൊടുത്തു. ഇനി നോക്കുക, ഇവിടെ നോക്കൂ, ഫിക്സീഷ്യസ് ഫോഴ്സ് ഇങ്ങോട്ടാണ്, ടി സൈൻ θ അങ്ങോട്ടാണ്. അപ്പോൾ ടി സൈൻ θ മൈനസ് F ഫിക്സീഷ്യസ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ടി സൈൻ θ മൈനസ് F ഫിക്സീഷ്യസ് ഇസ് ഈക്വൽ ടു 0 അല്ലേ. നേരത്തെ എടുത്ത ഇത് ടി സൈൻ θ തന്നെ എന്ന് എഴുതാം, ടി സൈൻ θ തന്നെ F എന്ന് എഴുതാം. ഇവിടെ പിന്നെ ടി സൈൻ θ മൈനസ് F ഫിക്സീഷ്യസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ ടി സൈൻ θ എന്തായി? F ഫിക്സീഷ്യസ് ആയി. ഇതൊന്നും ബാലൻസ് ചെയ്യും. ടി സൈൻ θ ഇസ് ഈക്വൽ ടു F ഫിക്സീഷ്യസ്. ക്ലിയർ അല്ല? ഇനി ഫിക്സീഷ്യസ് ഫോഴ്സിൻ്റെ ഫോർമുല എന്താ? ഫിക്സീഷ്യസ് ഫോഴ്സിൻ്റെ ഫോർമുല മൈനസ് MA എന്നായിരുന്നു. അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെന്നുള്ളത് ഞാൻ ഡയറക്ഷൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ MA എന്ന് എഴുതാം. ന്യൂമറിക്കൽ വാല്യൂ MA. അപ്പോൾ ടി സൈൻ θ ഈക്വൽ ടു MA എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടി. ഇനി അതിന് ഇക്വേഷൻ 4 എന്ന് എഴുതി. ന്യൂമറിക്കൽ വാല്യൂ ആണ് കേട്ടോ അവിടെ പരിഗണിച്ചത്. ഇനി 4 ഡിവൈഡ് ബൈ 3 ചെയ്യാം. അപ്പോൾ ടി സൈൻ θ ബൈ ടി കോസ് θ ഇസ് ഈക്വൽ ടു MA ബൈ W. നേരത്തെ എഴുതിയ പോലെ തന്നെ. പിന്നെ ടിയും ക്യാൻസൽ ചെയ്തു. സൈൻ θ ബൈ കോസ് θ ടാൻ θ അതെന്ന് പറയുന്നത് MA ബൈ W ആണ്. MA ബൈ W ഇസ് ഈക്വൽ ടു mg ആണ്. അപ്പോൾ വെയിറ്റ് ഓഫ് ദ ബോബ് അല്ലേ. അപ്പോൾ M ക്യാൻസൽ ചെയ്തു. അപ്പോൾ ടാൻ θ ടിയും ക്യാൻസൽ ചെയ്തു. സൈൻ θ ബൈ കോസ് θ ടാൻ θ ഇസ് ഈക്വൽ ടു A ബൈ G. ഫോർമുല നേരത്തെ കിട്ടിയെന്നെ. അതിൽ നിന്ന് θ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് A ബൈ G. മനസ്സിലായില്ലേ? അപ്പോൾ സ്റ്റാറ്റിക് ആംഗിൾ കിട്ടി. അതായത് വെർട്ടിക്കലും ഈ സ്ട്രിങ്ങും തമ്മിലുള്ള ആംഗിൾ രണ്ട് കേസിൽ നമുക്ക് θ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് A ബൈ G തന്നെ കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയല്ല? അപ്പോൾ രണ്ട് കേസിലും നമ്മൾ എന്ത് കണ്ടു? സ്റ്റാറ്റിക് ആംഗിൾ കണ്ടു, സ്ട്രിങ്ങിൻ്റെ ആംഗിൾ ഫ്രം ദ വെർട്ടിക്കൽ കണ്ടു. അത് രണ്ടും എന്തായിട്ട് കിട്ടി? θ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് A ബൈ G. അതായത് ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോഴും നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോഴും θ ടാൻ ഇൻവേഴ്സ് A ബൈ G ആണ്. ഓക്കെ, ഇനി ടെൻഷൻ നോക്കണം. ടെൻഷൻ അതിൻ്റെ സമയത്ത് തന്നെ ഇനേർഷ്യൽ എടുക്കുമ്പോൾ അവിടെ വെച്ച് തന്നെ ചെയ്യാം, നോൺ ഇനേർഷ്യൽ എടുക്കുമ്പോൾ അവിടെ വെച്ചും ചെയ്യാം. ഏതായാലും നമ്മളെ കയ്യിൽ ഏതുണ്ട്? ഇക്വേഷൻ 1 ഉണ്ട്. ഇനി ഞാൻ പറയുന്നത് ടെൻഷൻ കാണുന്നത് ഇനേർഷ്യൽ ഫ്രെയിം എന്നാണ് കേട്ടോ. ആദ്യം ഇനേർഷ്യൽ ഫ്രെയിം കാണാം, പിന്നെ നോൺ ഇനേർഷ്യൽ ഫ്രെയിം കാണാം. രണ്ടും ഒരുമിച്ച് പറഞ്ഞാലും മതി. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 1 ടി കോസ് θ ഈക്വൽ ടു W ആണ്. അത് സ്ക്വയർ ചെയ്യുക. ഇക്വേഷൻ 1 സ്ക്വയർ ചെയ്യുക. അപ്പോൾ ടി സ്ക്വയർ കോസ് സ്ക്വയർ θ ഈസ് ഈക്വൽ ടു W സ്ക്വയർ. ഏതായാലും ഇക്വേഷൻ 1 സ്ക്വയർ ചെയ്യുമ്പോൾ. അതുപോലെ ഇക്വേഷൻ 2 സ്ക്വയർ ചെയ്യുക. ടി സൈൻ θ ഈസ് ഈക്വൽ ടു MA എന്നാണ്. അത് സ്ക്വയർ ചെയ്യുമ്പോൾ ടി സ്ക്വയർ സൈൻ സ്ക്വയർ θ ഈസ് ഈക്വൽ ടു M സ്ക്വയർ A സ്ക്വയർ. ഇക്വേഷൻ 2 സ്ക്വയർ ചെയ്തു. അപ്പോൾ 1 സ്ക്വയർ ചെയ്തു, ഇക്വേഷൻ 2 സ്ക്വയർ ചെയ്തു. എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യുക. Therefore ടി സ്ക്വയർ കോസ് സ്ക്വയർ θ പ്ലസ് സൈൻ സ്ക്വയർ θ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു W സ്ക്വയർ പ്ലസ് M സ്ക്വയർ A സ്ക്വയർ. അപ്പോൾ കോസ് സ്ക്വയർ θ പ്ലസ് സൈൻ സ്ക്വയർ θ 1 ആണ്. അപ്പോൾ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു W സ്ക്വയർ പ്ലസ് M സ്ക്വയർ A സ്ക്വയർ. ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് WMG ആണ് നമുക്കറിയാം. അപ്പോൾ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു MG സ്ക്വയർ. അപ്പോൾ M സ്ക്വയർ G സ്ക്വയർ പ്ലസ് M സ്ക്വയർ A സ്ക്വയർ. ദിസ് ഈസ് ടി സ്ക്വയർ. Taking this M square outside, T square is equal to M square into G square plus A square. അങ്ങനെ കിട്ടി. അപ്പോൾ നമ്മളോട് ചോദിച്ച ടെൻഷൻ അല്ലേ,
അപ്പോൾ ടി എന്തായിരിക്കും? റൂട്ട് ഓഫ് എം സ്ക്വയർ ജി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. എം സ്ക്വയറിൻ്റെ റൂട്ട് എം ഇൻറ്റു ജി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 1/2. ഇതാണ് ഇനേർഷ്യൽ ഫ്രെയിം എന്ന് നോക്കുമ്പോഴുള്ള ടെൻഷൻ. മനസ്സിലായല്ലോ? ഇനി ഇതന്നെ നോൺ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് നോക്കുക. അപ്പോഴും ആൻസർ ഇതന്നെ വരാം. നോൺ ഇനേർഷ്യൽ ഫ്രെയിം എന്നായാലും ടി കോസ് തീറ്റ ഡബ്ല്യു ഉണ്ടായിരുന്നു. ഇക്വേഷൻ 3. അപ്പോൾ ഇക്വേഷൻ 3 സ്ക്വയർ ചെയ്യാം. അപ്പോൾ ടി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു ഡബ്ല്യു സ്ക്വയർ. നേരത്തെ എഴുതിയ പോലെ തന്നെ. ഇനി ഇക്വേഷൻ 4 സ്ക്വയർ ചെയ്യാം. ടി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു എം സ്ക്വയർ എ സ്ക്വയർ. അപ്പോൾ നോൺ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് നോക്കുമ്പോൾ ഇതേ രീതിയിൽ തന്നെ കിട്ടിയത്. ഇനി ഇത് രണ്ടും ആഡ് ചെയ്യാം. ടി സ്ക്വയർ രണ്ടും ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടി? ടി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ടി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അത് ഞാൻ ടി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു ഡബ്ല്യു സ്ക്വയർ പ്ലസ് എം സ്ക്വയർ എ സ്ക്വയർ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. therefore ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡബ്ല്യു സ്ക്വയർ പ്ലസ് എം സ്ക്വയർ എ സ്ക്വയർ. again w is equal to mg. therefore w square is equal to m square g square. t square is equal to mg whole square which is m square g square plus m square a square. or t square is equal to m square into g square plus a square. അപ്പോൾ ഇതിൽ നിന്ന് ടി എന്താണ് നേരത്തെ കിട്ടിയ അതേ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. ടി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു ഹാഫ്. അപ്പോൾ നേരത്തെ കിട്ടിയത് തന്നെയല്ലേ. അപ്പോൾ രണ്ട് കേസിൽ നിന്ന് നോക്കിയാലും, അതായത് ഇനേർഷ്യൽ ഫ്രെയിം എന്ന് നോക്കിയാലും നോൺ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് നോക്കിയാലും ടെൻഷൻ ആയാലും ആംഗിൾ ആയാലും സെയിം തന്നെയാണ്. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എ ബൈ ജി ടു ടെൻഷൻ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു ഹാഫ്. ഇത്ര മനസ്സിലാക്കാം. അപ്പോൾ രണ്ട് ഫ്രെയിമിൽ നിന്ന് നോക്കിയാലും കാര്യങ്ങൾ സെയിം ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫിക്സീഷ്യസ് എന്നത് നേരത്തെ എഴുതിയല്ലോ. -m ആണ് ഡയറക്ഷൻ കാണിക്കുകയാണെങ്കിൽ, അതായത് ആക്സിലറേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഫിക്സീഷ്യസ് ഫോഴ്സ്. നേരത്തെ പറഞ്ഞു -m ഇങ്ങനെയാണ്, ആക്സിലറേഷൻ്റെ ഓപ്പോസിറ്റാണ്. അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എഴുതുകയാണെങ്കിൽ എഫ് ഫിക്സീഷ്യസ് ഈസ് ഈക്വൽ ടു എം എന്ന് എഴുതിയാൽ മതി. ന്യൂമറിക്കലി മറ്റേത് ഡയറക്ഷനാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ന്യൂമറിക്കൽ വാല്യൂ, എഫ് ഫിക്സീഷ്യസിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ. മനസ്സിലായില്ലേ? അപ്പോൾ നോക്കൂ, കാർ ഇങ്ങനെ പോവുകയാണ്, ഈ ആക്സിലറേഷന് പോവുകയാണ്. അപ്പോൾ അതിനനുഭവപ്പെടുന്ന ഫിക്സീഷ്യസ് ഫോഴ്സിൻ്റെ വാല്യൂ ആണ് എം എ, ന്യൂമറിക്കൽ വാല്യൂ. ക്ലിയർ അല്ല? അത്രയും ഫിക്സീഷ്യസ് ഫോഴ്സ് അതിന് അനുഭവപ്പെടും. ഈ ഡയറക്ഷനിലാണെന്ന് മാത്രം, പക്ഷേ അതിൻ്റെ വാല്യൂ എം എ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഫ്രീലി ഫാളിങ് ബോഡിയൊക്കെ ആണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു എം ജി നൽകും അല്ലേ. മാസിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ഗ്രാവിറ്റി ആണെന്നുള്ളൂ. ഇവിടെ എമ്മിൻ്റെ ആക്സിലറേഷൻ ഓഫ് ദ കാർ, അതായത് ഹൊറിസോണ്ടലായിട്ട് പോകുന്നത്, മറ്റേത് വെർട്ടിക്കലായിട്ടാണ്. ജി എപ്പോഴും വെർട്ടിക്കലായിട്ടാണ് വരിക അല്ലേ. അപ്പോൾ ഏകദേശം എഫ് ഈക്വൽ ടു എം ജി എന്ന് പറയുമ്പോൾ തന്നെ അല്ലേ എം എ എന്ന് പറയുന്നത് എന്താണ്? രണ്ടും ആക്സിലറേഷനാണ്. ജി ആകുമ്പോൾ താഴേക്കാണെന്നുള്ളൂ, എ ആകുമ്പോൾ ഹൊറിസോണ്ടലായിട്ടാണെന്ന്. ഇത് വെർട്ടിക്കലാണ്, ഇത് ഹൊറിസോണ്ടലാണ്. ആ വ്യത്യാസമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം ഈ കാറിൻ്റെ ആക്സിലറേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്മേലുള്ള ഫിക്സീഷ്യസ് ഫോഴ്സ് ഒരു ഹൊറിസോണ്ടൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യും പോലെയാണ് അനുഭവപ്പെടുക. സാധാരണ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വെർട്ടിക്കലാണ്, എം ജി ഫോഴ്സ് ഇവിടെ എം എ. അപ്പോൾ ജിക്ക് വരെ എ ആയിന്നേ ഉള്ളൂ. ഇവിടെ വെർട്ടിക്കൽ ഫോഴ്സ് ആക്സിലറേഷനാണ്, ഇവിടെ ഹൊറിസോണ്ടൽ ആക്സിലറേഷനാണ്. അപ്പോൾ ഹൊറിസോണ്ടലായിട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോലെ, ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പോലെ ഒരു ഹൊറിസോണ്ടൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എം എയെ കണക്കാക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇഫക്റ്റീവ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ താഴോട്ടും ഉണ്ട്, എൻ ജി എന്നുള്ള താഴോട്ടുള്ള അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സും ഉണ്ട്, പിന്നെ ഹൊറിസോണ്ടലായിട്ടുള്ള ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സും ഉണ്ട്. അങ്ങനെ പറയാൻ വേണമെങ്കിൽ ഇതിൻ്റെ വെക്റ്റർ സമ്മാണ് എന്ത് ഈ ഇഫക്റ്റീവ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അപ്പോൾ ഹൊറിസോണ്ടലായിട്ടുള്ള ഫോഴ്സും വെർട്ടിക്കലായിട്ടുള്ള ഫോഴ്സിൻ്റെയും വെക്റ്റർ സമ്മാണ് ഇഫക്റ്റീവ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. മനസ്സിലായില്ലേ? അപ്പോൾ എം എന്നുള്ളത് റിയൽ ഫോഴ്സാണ്, ഫിക്സീഷ്യസ് ഫോഴ്സാണ്. എം ജി എന്നുള്ളത് റിയൽ ഫോഴ്സാണ്. അപ്പോൾ ഫിക്സീഷ്യസ് ഫോഴ്സിൻ്റെയും റിയൽ ഫോഴ്സിൻ്റെയും വെക്റ്റർ സമ്മാണ് ഇഫക്റ്റീവ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു കൺക്ലൂഷനിൽ എത്തുകയാണ്,
ഫിക്സീഷ്യസ് ഫോഴ്സ് ഒരു യൂണിഫോംലി ആക്സിലറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള ഫിക്സീഷ്യസ് ഫോഴ്സ് എന്നത് ഏതുപോലെ പെരുമാറും? ഒരു കോൺസ്റ്റൻറ്റ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പോലെ പെരുമാറും. ജി കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുക അല്ലേ, 9.8. അപ്പോൾ ഈ വെർട്ടിക്കലായിട്ട് എന്തൊരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ഉണ്ടോ അതുപോലെ ഹൊറിസോണ്ടലായിട്ടുള്ള ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സാണ് എം എ എന്ന് പറയുന്നത്. മനസ്സിലല്ലേ? അപ്പോൾ താഴോട്ടുള്ള കോൺസ്റ്റൻറ്റ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പോലെ ഹൊറിസോണ്ടലായിട്ടുള്ള ഒരു ഫോഴ്സാണ് ഫിക്സീഷ്യസ് ഫോഴ്സ് എന്ന് നമുക്ക് പറയാം. ഈ ഫിക്സീഷ്യസ് ഫോഴ്സിൻ്റെ വാല്യൂ എം എ എന്നാണല്ലോ. യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ എ ഒരു യൂണിഫോം വാല്യൂ ആണ്. ബോഡിക്ക് ഒരു പെർട്ടിക്കുലർ മാസ് ഉണ്ടാവും. ഈ മാസ് മാറുകയാണെങ്കിൽ ഈ കാറിലുള്ള ഈ ബോബ് ഉണ്ടല്ലോ, അത് വേറൊരു വലിയ ബോബ് വെച്ച് മാസ് കൂടുതലുള്ളതെങ്കിൽ എ തന്നെയാണെങ്കിൽ അതിനുള്ള ഫിക്സീഷ്യസ് ഫോഴ്സ് കൂടും. അതായത് എമ്മിന് പ്രൊപ്പോർഷനാണ്. മനസ്സിലല്ല? ദസ് ദ ഫിക്സീഷ്യസ് ഫോഴ്സ് ഈസ് കോൺസ്റ്റൻറ്റ് ബിക്കോസ് ആക്സിലറേഷൻ ഈസ് യൂണിഫോം ആൻഡ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ മാസ്. Therefore, the fictitious force on an extended body acts at the center of the mass. അതായത് ഇപ്പോൾ ഒരു പോയിൻ്റ് അല്ല എന്ന് വിചാരിക്കുക, ഒരു പോയിൻ്റ് മാസല്ല, കുറച്ച് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത ഒരു മാസമാണ്. അപ്പോൾ ഇതുമല്ല ഫിക്സീഷ്യസ് ഫോഴ്സ് എം ആണെന്ന് പറഞ്ഞു അല്ലേ. ആ മാസ് എവിടെ സെൻറ്റർ ഓഫ് മാസിലാണല്ലോ ആ മാസിൻ്റെ ഇഫക്റ്റ് വരിക. അപ്പോൾ ഫിക്സീഷ്യസ് ഫോഴ്സ് കുറച്ച് വലുപ്പത്തിൽ നിൽക്കുന്ന ഒരു ബോഡിമേലുള്ള ഫിക്സീഷ്യസ് ഫോഴ്സ് എവിടെ ആക്ട് ചെയ്യുക? അതിൻ്റെ മാസിനാണല്ലോ പ്രൊപ്പോർഷനല്ലേ അല്ലേ. ആക്സിലറേഷൻ യൂണിഫോമാണ്. ബോഡിയുടെ മാസ് മാറുമ്പോൾ ഫിക്സീഷ്യസ് ഫോഴ്സ് മാറും. അപ്പോൾ ആ മാസ് എവിടെയാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, നമ്മൾ ശരിക്കും ഒരു ബോഡിയുടെ മാസ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിലാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ഫിക്സീഷ്യസ് ഫോഴ്സും ആക്ട് ചെയ്യുന്നത് അറ്റ് ദ സെൻറ്റർ ഓഫ് മാസാണ്. ദ ഫിക്സീഷ്യസ് ഫോഴ്സ് ഓൺ ആൻ എക്സ്റ്റെൻഡഡ് ബോഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോയിൻ്റ് മാസ് അല്ലാത്ത എക്സ്റ്റെൻഡഡ് ബോഡി ആക്ട്സ് അറ്റ് ദ സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇതിൽ പഠിക്കാനുള്ളത്? ഇത്രയേ ഉള്ളൂ. ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പോലെ തന്നെയുള്ള ഒന്നാണ് ഫിക്സീഷ്യസ് ഫോഴ്സ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എം ജി ആണെങ്കിൽ ജി ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ ഫിക്സീഷ്യസ് ഫോഴ്സ് എം എ ആണ്. എ എന്ന് പറഞ്ഞാൽ വാഹനം മൂവ് ചെയ്യുന്ന ഓട്ടോമൊബൈൽ മൂവ് ചെയ്യുന്ന കോൺസ്റ്റൻ്റ് ആക്സിലറേഷനാണ് എ. അപ്പോൾ എം ജി വെർട്ടിക്കലാണെങ്കിൽ എം എ ഹൊറിസോണ്ടലാണ്. ഈ വ്യത്യാസമേ ഉള്ളൂ. മനസ്സിലല്ലേ? അപ്പോൾ എം എ എന്ന് പറയുന്നത് നമ്മൾ ഫിക്സീഷ്യസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എടുക്കണം ഇങ്ങോട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. ഈ എം ജിയുടെയും ഈ എം എയുടെയും ഈ വെക്റ്റർ സമ്മാണ് ഈ ഇഫക്റ്റീവ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇതൊരു പ്രോബ്ലം പോലെയാണ് തന്നത്. എക്സാമ്പിളായിട്ടൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഫിക്സീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ളതെല്ലാം ഉള്ളതായിട്ട് തോന്നുന്ന ഫോഴ്സാണ്. അപ്പോൾ ആ ഫിക്സീഷ്യസ് ഫോഴ്സാണ് എം എ. അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ആണ്. അതിൻ്റെ ഡയറക്ഷനും കൂടി പറയുകയാണെങ്കിൽ മൈനസ് എം എ എന്ന് പറയണം. അപ്പോൾ ഇനി അപ്പാരൻ്റ് ഫോഴ്സാണ് ഹെഡിങ് കൊടുത്തത്. ആ അപ്പാരൻ്റ് ഫോഴ്സ് എന്ന് പറയുന്ന റിയൽ ഫോഴ്സും പിന്നെ ഈ ഫിക്സീഷ്യസ് ഫോഴ്സും ചേർന്നതാണ്. ഓക്കെ, എഫ് പ്ലസ് എഫ് ഫിക്സീഷ്യസ്. ആ എഫ് ഫിക്സീഷ്യസ് ആണ് മൈനസ് എം എ. ന്യൂമറിക്കൽ വാല്യൂ എം എ. അപ്പോൾ ഈ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത എക്സാമ്പിൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം.